നിങ്ങളൊരു ദോശ കഴിക്കുമ്പോഴേ ആ ദോശയ്ക്ക് ഒരു 2 മണിക്കൂർ ജേണിയുണ്ട്. അതാണ് ഡയബറ്റീസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1, മൗത്ത്. അമൈലേസ് എൻസൈംസ് സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. സ്റ്റെപ്പ് 2, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മളുടെ ദോശ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നു. സ്റ്റെപ്പ് 3, ബ്ലഡിൽ ഷുഗർ റൈസ് ആകുന്നു. ഇത് നമ്മളുടെ ബീറ്റാ സെൽസ് ഡിറ്റക്ട് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. സ്റ്റെപ്പ് 4, പാൻക്രിയാസിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻ ബ്ലഡിൽ നിന്ന് ഓരോ കോശങ്ങളെയും തുറക്കുന്നു. കോശങ്ങളുടെ കീ ആണല്ലോ ഇൻസുലിൻ. കീ തുറക്കുന്നതോട് കൂടിയിട്ട് ഗ്ലൂക്കോസ് ഓരോ കോശത്തിലേക്കും എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ അധികമായ ഗ്ലൂക്കോസ് നോർമൽ ലെവലിലേക്ക് എത്തുന്നു. ഈ 4 സ്റ്റെപ്പിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലായാൽ അതിനെ ഡയബറ്റിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ 4 സ്റ്റെപ്പിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലാകുന്നതിനെ ഡയബറ്റിക്സ് എന്ന് വിളിക്കുക എന്നുള്ളത് വരെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് ഈ 4 സ്റ്റെപ്പിൽ ആദ്യം ഫെയിലാകുന്നത് ഏതാണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എനിമിയാണ്. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. നിങ്ങളുടെ അറ്റൻഡൻസിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.